മലയിടം തുരുത്തിൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം കയ്യേറി ഒരു 8ഓളം കുടുംബങ്ങൾ താമസിച്ചു. ഇവരെ കുടിയൊഴിപ്പിക്കുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമൊക്കെ ചാനലിലൊക്കെ വലിയ വിഷ്വലൊക്കെ വരികയും ചർച്ചകളൊക്കെ ആവുകയൊക്കെ ചെയ്തിരുന്നു. അപ്പം ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറയുന്നതെന്ന് പറഞ്ഞാൽ 14 പ്രാവശ്യം നേരത്തെ പിണറായി സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ പോയിട്ടും തീരുമാനമൊന്നും ആയിട്ടില്ല. പക്ഷേ നമ്മുടെ പുതിയ സർക്കാർ അവർക്ക് ഈ 8 കുടുംബങ്ങൾക്കും വീട് വെച്ച് അവരെ അധിവസിപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. നടക്കുമോ? ഇത് ശരിക്കും മലയിടം തുരുത്ത് എന്ന് പറഞ്ഞ കിഴക്കമ്പലത്താണ് വരുന്നത്, കിഴക്കമ്പലം പഞ്ചായത്തിലാണ് വരുന്നത്. അപ്പോൾ അവിടെ 8 കുടുംബങ്ങളും ഒരു സ്വകാര്യ വ്യക്തിയും തമ്മിലുള്ള ഒരു പ്രശ്നമാണ്. അവരുടെ ആ സ്വകാര്യ വ്യക്തിയുടെ പ്രോപ്പർട്ടി ഇവർ എൻക്രോച്ച് ചെയ്തിട്ട് അവിടെ പ്രശ്നം ഇവർ താമസമാക്കി എന്നുള്ളതാണ്. ഇയാളാണ് കോടതിയിൽ പോകുന്നത്. പിന്നീട് കോടതിയിൽ പോയി സുപ്രീം കോടതി നിന്ന് വിധി മേടിച്ചു വന്നിരിക്കുകയാണ്. കാര്യം ഈ 8 കുടുംബങ്ങളെ അവിടെ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് സുപ്രീം കോടതി നിന്നിരിക്കുന്ന വിധി. ആ വിധി നടപ്പിലാക്കാൻ അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സുപ്രീം കോടതിയിൽ നിന്നൊരു വിധി വന്നു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കേണ്ട ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സംസ്ഥാന സർക്കാരിനാണ്. അതിൻ്റെ ഭാഗമായിട്ട് ആഭ്യന്തര വകുപ്പ്, അതിന് പോലീസ്, റവന്യൂ വകുപ്പ് ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ആ വിധി നടപ്പിലാക്കി ആ ആളിനെ, അതായത് ആരാണോ ആ ഇത് കൊടുത്തിരിക്കുന്നത് അയാൾക്ക് വേണ്ട നീതി ഉറപ്പാക്കുക എന്നുള്ളതാണ് കോടതിയുമായി ഇടപെട്ടുകൊണ്ട് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കേണ്ടത് മാനുഷിക പരിഗണനയും കൂടെ നോക്കേണ്ടി വരും. മാനുഷിക പരിഗണന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 കുടുംബങ്ങൾ എന്ന് പറയുന്നത് ദളിത് കുടുംബങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വേറെ ഒരു ആശ്രയം എങ്ങുമില്ല. കാര്യം അവർക്ക് വേറൊരു വീടില്ല, സ്ഥലമില്ല, അവർക്ക് കയറി കിടക്കാൻ വേറൊരു കൂരയില്ല. ഈ ഒരു വളരെ അതിദാരിദ്ര്യത്തിൽപ്പെട്ട സ്ത്രീകളടക്കമുള്ള കുട്ടികളടക്കമുള്ള കുടുംബങ്ങളാണ് ഈ 8 എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു മാനുഷിക പരിഗണന കാണിച്ചുകൊണ്ട് ഇപ്പോൾ ഹൈക്കോടതി തൽക്കാലം ആ നടപടികളെല്ലാം സ്റ്റേ ചെയ്തിരിക്കുന്നു. ആഭ്യന്തര വകുപ്പ് കൃത്യമായി ഒന്നിലും ഇടപെടുന്നില്ല. തൽക്കാലം നടപടികളെല്ലാം മരവിപ്പിക്കുന്നു എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത് സ്വാഗതാർഹമായ കാര്യം തന്നെയാണ്, നമുക്ക് മനസ്സിലാക്കാം. അത് രമേശ് ചെന്നിത്തല എടുത്ത വളരെ അനുഭാവപൂർവമായ ഒരു രീതി തന്നെയാണ്. എന്നാൽ ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് LDF കൂടി അവർക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ടുള്ള നടപടിക്രമങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ടാണ് വി.ഡി. സതീശൻ പറയുന്നത് ഇങ്ങനെ ഇതിനു മുൻപും പലതവണ ഈ പറയുന്ന LDF അധികാരത്തിൽ ഇരിക്കുന്ന സമയത്തും ചർച്ചകൾക്കും കാര്യങ്ങൾക്കൊക്കെ പോയിരുന്നെങ്കിലും യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. എന്ത് തന്നെയാണെങ്കിലും സുപ്രീം കോടതിയുടെ പേരിലുള്ള ഈ വിധി മറികടക്കുക അസാധ്യമാണ്. അതിപ്പം സർക്കാർ വിചാരിച്ചാലും നടക്കില്ലല്ലോ. ഇപ്പൊ ഇവിടെ സുപ്രീം കോടതിയുടെ ഒരു വിധി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നല്ലോ കേരളം കണ്ടത് വെച്ച് ഏറ്റവും വലിയ കലാപമുണ്ടാകുന്നത്. ആ കലാപമാണല്ലോ ശബരിമലയിലെ സ്ത്രീ പ്രവേശനവും യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കേരളം ഞെട്ടി തെരിച്ചു പോയ ഒരു സംഭവം നടക്കുന്നത് അങ്ങനെയാണല്ലോ. അപ്പം അങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ രീതിയിലുള്ള ചില കാര്യങ്ങൾ കൂടി ഇതിനകത്തേക്ക് വരുന്നുണ്ട്. അപ്പം ഇവിടെ ഇപ്പോൾ വി.ഡി. സതീശൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഞങ്ങൾ അവർക്ക് ഇനിയിപ്പം അവർ കുടിയൊഴിപ്പിച്ചിരുന്നാലും സാരമില്ല, ഈ 8 കുടുംബാംഗങ്ങൾക്ക് വേണ്ട വീട് അവരെ പുനരധിവസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളത് ചെയ്തു കൊടുക്കും എന്നാണ് പറയുന്നത്. സർക്കാർ അത് ഏറ്റെടുത്ത് അവർ ചെയ്തു കൊടുക്കും. ഇതിൽ സർക്കാർ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് വി.ഡി. സതീശനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓക്കെയാണ്, നമുക്ക് ചെയ്യാൻ പറ്റും. കാര്യം സർക്കാരിൻ്റെ കയ്യിൽ ഇപ്പോഴും CMDRF എന്ന് പറയുന്ന ഒരു ഫണ്ട് കയ്യിൽ കിടപ്പുണ്ട്. അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഇപ്പോഴും കിടപ്പുണ്ട്. ഇത്തരക്കാരെ വേണമെങ്കിൽ ആ ദുരിതാശ്വാസ നിധിയിലൂടെ സഹായിക്കാൻ പറ്റും. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വി.ഡി. സതീശന്റെ പാർട്ടി തന്നെ കേരളത്തിൽ പറഞ്ഞ് പരത്തിയൊരു സംഭവമുണ്ട്, CMDRFിലേക്ക് 1 രൂപ പോലും നിങ്ങൾ ആരും സംഭാവന ചെയ്യരുത് എന്ന്. ഇന്ന് വി.ഡി. സതീശന് ആ വീട് വെച്ചു കൊടുക്കാനും അവരെ പുനരധിവസിപ്പിക്കാനും ഞങ്ങളെ കൊണ്ട് സാധിക്കും എന്ന് പറയാൻ തുടങ്ങിയ ആ ആത്മവിശ്വാസത്തിന്റെ പേരാണ് CMDRF, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. ഈ ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുത്ത ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ പേരെ പറയാനുള്ളൂ, പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി. അപ്പോഴും ഇവർ ചെയ്തത് എന്താ? ആ പദ്ധതിക്ക് തുരങ്കം വെക്കാനാണ് ശ്രമിച്ചത്. ഇതാണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഈ പദ്ധതിക്ക് തുരങ്കം വെക്കാനാണ് ശ്രമിക്കുന്നത്. ആ തുരങ്കം വെക്കാൻ ശ്രമിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതി ഫണ്ട് പിരിവ് നടത്താമെന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ കോടിക്കണക്കിന് രൂപ ജനങ്ങളെ പറ്റിച്ച് കൈക്കലാക്കി വെച്ചു കഴിഞ്ഞു കോൺഗ്രസ് പാർട്ടി. ഇവിടെയാണ് ആ രണ്ട് ഒരു മുഖ്യമന്ത്രിയുടെയും അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ജനങ്ങളോടുണ്ടായിരുന്ന ഒരു താല്പര്യവും അതേസമയം പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിക്ക് ജനങ്ങളോടുള്ള ഒരു വ്യക്തിവിരോധവും ഇതിനകത്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതൊരു വ്യക്തിവിരോധം, അതായത് രാഷ്ട്രീയം എന്നതിനപ്പുറത്തേക്ക് അതൊരു വ്യക്തിവിരോധത്തിലേക്ക് ഒരു പടി കൂടി കടന്നു ചെന്നപ്പോഴാണ് ഈ പറയുന്ന വി.ഡി. സതീശൻ്റെ പാർട്ടിക്കാർക്ക് ഇത് തെറ്റായിപ്പോയി എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഈ പറയുന്ന CMDRF എന്ന് പറയുന്ന എന്തോ അഴിമതി നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ടാണ് പിണറായി വിജയൻ്റേത് എന്ന് കണ്ടെത്തുന്നത്. ഇത് കൂടാതെ നമ്മൾ മനസ്സിലാക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയോളൂ. ഇപ്പം ഈ പറയുന്ന മുഖ്യമന്ത്രിക്ക് ഇപ്പം കോൺഫിഡൻസ് കൊടുത്ത് എവിടുന്ന ഈ CMDRF കണ്ടിട്ടാണ്, അല്ലാതെ ഇവർ വിചാരിച്ച് നടക്കുന്ന കാര്യമാണോ? ഇപ്പം കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു പദ്ധതി, ഇപ്പൊ വി.ഡി. സതീശൻ കൊണ്ടുവന്ന പുനർജനി പദ്ധതി എവിടെ വീട് വെച്ചു കൊടുത്തത്? പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങും വീട് വെച്ചു കൊടുത്തിട്ടില്ല പുനർജനി പദ്ധതി. ഇപ്പൊ നോക്കൂ, വയനാട്ടില് മറ്റൊരു വീഡിയോ നമ്മൾ ചർച്ച ചെയ്ത വയനാട്ടിലെ ജനങ്ങൾക്ക് ഒരു വീട് ഭവന പദ്ധതി കൊണ്ടുവന്നു. എന്തായി?
ഇതുവരെ വീട് വെച്ച് കൊടുത്തിട്ടുണ്ടോ? അതിന്റെ കണക്ക് എത്രത്തോളം ഉണ്ടെന്ന് ഇതുവരെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടോ? ഒരു പേപ്പറിനകത്ത് സണ്ണി വക്കീൽ പിന്നെ കൊണ്ടുവന്ന് എഴുതിയിട്ട ഒരു കണക്കല്ലാതെ വേറെ ഏതെങ്കിലും കണക്ക് പൊതുജനത്തിന് അറിയാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല, ആർക്കും ഒന്നും അറിയുന്നില്ല. ഇവർ ഈ പറയുന്ന പോലെ ഞങ്ങൾ എന്തൊക്കെ ഇവിടെ കാട്ടിക്കൂട്ടിയിട്ടുണ്ടെന്നും ഞങ്ങളുടെ കയ്യിൽ ഫണ്ടുണ്ടെന്നും ഈ ഫണ്ടൊക്കെ പിന്നെ ഞങ്ങൾ ഉടനെ വീട് വെച്ച് കൊടുക്കുന്നു എന്ന് പറയുന്നതല്ലാതെ ഈ ഫണ്ട് എവിടെയാണെന്നോ അത് എത്ര കോടി ഉണ്ടെന്നോ വീട് വെച്ച് കൊടുക്കാൻ മതിയായതാണെന്നോ വീട് വെച്ച് കൊടുക്കുമെന്നോ ഒന്നും അറിയത്തില്ല. ഇവർ പറയുകയാണ് ഞങ്ങൾക്ക് കോൺഗ്രസിന്റെ ഫണ്ട് കണ്ടുകൊണ്ട് എന്തായാലും മുഖ്യമന്ത്രി പറയത്തില്ല ഞങ്ങൾ അവിടെ വീട് വെച്ച് കൊടുക്കാം. അപ്പോൾ അത് ഈ CMDRF എന്ന് പറയുന്ന ഒന്ന് കണ്ടിട്ട് മാത്രമാണ്. പിന്നെ ഇതിലിനി കോൺഗ്രസിനെ വിശ്വസിക്കാൻ പറ്റൂ? ഇപ്പോൾ ജനങ്ങളുടെ സംശയം എന്താ, പുനരധിവാസ പദ്ധതി എന്ന് കേട്ട് കഴിഞ്ഞ സാധാരണക്കാരുടെ ഇപ്പം മനസ്സിലേക്ക് വരുന്നത് ഇവർ അഴിമതി കരുതി കൂട്ടി ഇറങ്ങുകയാണ്. ആൾക്കാരുടെ കയ്യിൽ നിന്ന് ചലഞ്ച് അത് ഇത് നമ്മുടെ പിരിവ് നടത്താതിരിക്കുകയാണ്. പിരിവ് നടത്തി കോടികൾ ഉണ്ടാക്കും, എന്നിട്ട് അവർ വെക്കുക, ഏതെങ്കിലും ഒരുത്തരാണെങ്കിൽ പെണ്ണ് പിടിക്കാൻ പുറത്തോട്ട് പോവുക. ഇത്രയും ഈ പൈസ കൊണ്ട് നടക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമാണ് ഇപ്പം VD സതീശൻ പറഞ്ഞതെന്ന്. നമ്മൾ ആ പുള്ളിയുടെ ബൈറ്റിന് ശേഷം ആൾക്കാരുടെ അഭിപ്രായം കേട്ടാൽ മതിയാവും. ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. പുനർജനി പദ്ധതി എവിടെ? വയനാട് സാധാരണക്കാർക്ക് വീട് വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞ വീട് എവിടെ? ഇതെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുക. ഈ കേരളത്തിൽ അവർ ആകപ്പാട് ഒരാൾക്ക് വീട് വെച്ച് കൊടുത്ത മറിയക്കുട്ടി ചേട്ടത്തിക്കാണ്, കരിച്ചട്ടി എടുത്തുകൊണ്ട് നിന്ന ചേച്ചിക്ക് മാത്രമാണ്. അല്ലാതെ വേറെ ഒരാൾക്ക് ഒരു വീടും വെച്ച് കൊടുത്തിട്ട് അത് പാളിപ്പോവുകയും ചെയ്തു. അവരാണെങ്കിൽ BJP അംഗത്വം എടുക്കുകയും ചെയ്തു. അവരായിരുന്നു BJP താരപ്രചാരക. അപ്പം ഈ രീതിയിലേക്ക് കാര്യങ്ങൾ മറിഞ്ഞു പോവുകയും ചെയ്തു. ഇതാണ് കോൺഗ്രസിന്റെ നിലവിലുള്ള അവസ്ഥ. ഇനിയിപ്പം എങ്ങനെയാകുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും നമ്മളുടെ ഒരു അഭിപ്രായത്തിൽ ആ പാവപ്പെട്ട 8 കുടുംബങ്ങൾക്ക്, അത് എന്തിന്റെ പേരിലാണെന്ന് പറഞ്ഞാലും പാവപ്പെട്ട 8 കുടുംബങ്ങൾക്ക് അവർക്ക് നീതി ഉറപ്പാക്കണം. കാര്യം കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഒക്കെ ആയിട്ട് അവരിനി തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കരുത്. അത് സർക്കാരിന്റെ ഉത്തരവാദിത്വം. അവരങ്ങനെ പുറത്തേക്ക് പോകാതെ അവരെ എത്രയും പെട്ടെന്ന് പുനരധിവസിപ്പിക്കുക എന്നുള്ളത് സർക്കാരിന്റെ ഉത്തരവാദിത്തമായി ഏറ്റെടുത്തുകൊണ്ട് ആ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകണമെന്നുള്ളതാണ് നമ്മുടെ ഒരു അഭിപ്രായം.